ഉപദേശിക്കുന്ന ആചാര്യനായ കൃഷ്ണൻ ആനുഭൗതികമായി നിൽക്കുന്ന തലത്തിലേക്ക് കൃഷ്ണന്റെ വാക്കുകളെ കേൾക്കുന്ന അർജുനൻ എത്തിച്ചേരുന്നില്ല. കാരണം കൃഷ്ണന്റെ വാക്കുകൾക്ക് കൃഷ്ണന്റെ ഉള്ളിലുണ്ടാകുന്ന അർത്ഥമല്ല യുദ്ധക്കളത്തിന്റെ ജീവിതാനുഭവങ്ങളുള്ള അർജുനന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുന്നത്. ഇതിന് കാരണം കൃഷ്ണൻ സ്വപ്നങ്ങളിൽ യുദ്ധമില്ലാതെ രംഗത്ത് വന്നത്. അർജുനൻ തന്റെ സ്വപ്നം നിറച്ച് യുദ്ധവുമായാണ് രംഗത്ത് വന്നത്. ഭഗവത്ഗീത ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ സ്വപ്നങ്ങളുമായി വന്ന അർജുനനും യുദ്ധത്തിന്റെ സ്വപ്നങ്ങളില്ലാതെ വന്ന കൃഷ്ണനും ആശയവിനിമയം നടത്തുമ്പോൾ അർജുനനിലെ സ്വപ്നത്തിന്റെ സാർത്ഥകതയ്ക്ക് മാത്രമേ കൃഷ്ണന്റെ വാക്കുകൾ ഉപയുക്തങ്ങളാകുന്നുള്ളൂ. ഭീഷ്മപതനം കഴിഞ്ഞ് ഗീത കേൾക്കുന്ന ധൃതരാഷ്ട്രനിൽ സ്വപ്നത്തിൽ നിന്ന് യുദ്ധം ഒഴിഞ്ഞു പോവുകയും, താരതമ്യം മനസ്സിലാവുമോ? താരതമ്യം വളരെ ഋജുവാണ്. അർജുനൻ യുദ്ധത്തിന് മുമ്പാണ് ഗീത കേൾക്കുന്നതെങ്കിൽ അർജുനനിലും ഭീഷ്മനിലും ദ്രോണനിലും കൃപനിലും ശല്യനിലും ദുര്യോധനനിലും ദുശാസനനിലും ധൃതരാഷ്ട്രനിലുമെല്ലാം സ്വാപ്നികമായ യുദ്ധം നിറഞ്ഞു നിൽക്കുകയാണ്. കൃഷ്ണോപദേശം കഴിയുകയും ആയുധങ്ങൾ വർഷിക്കുകയും 10 ദിവസത്തെ യുദ്ധം നടക്കുകയും ഭീഷ്മർ പതിക്കുകയും ചെയ്തു കഴിഞ്ഞ് പതനവാർത്ത കേട്ടറിഞ്ഞ് നിലകൊള്ളുന്ന ധൃതരാഷ്ട്രനിലെ സ്വാപ്നിക യുദ്ധം മറഞ്ഞു. നമ്മളിലും മറയുമെന്ന് ഓർക്കണം. യുദ്ധം 2 തരത്തിലാണ് മറയുന്നത്. ഒന്ന്, യുദ്ധമേ ഇല്ലാത്ത മനസ്സ്. കാരണം ഒരിക്കൽ പോലും അഹിംസയുടെ പരിലാളനകൾ ഏൽക്കാത്ത മനസ്സ്. അത് ശുദ്ധവും ശുഭ്രവും പരമകാരുണികവുമാണ്. അത് പൂർണ്ണമായും മുക്തമാണ് ജന്മന. അതിന് ബന്ധബാന്ധവങ്ങളില്ല. നിങ്ങൾ അടുത്തിരുന്നാൽ മതി. എന്റെ ശബ്ദം അങ്ങൂരെ കേൾക്കാവുന്ന എനിക്ക് തോന്നുന്നു. കസരയും മാറ്റിയിട്ട് ഇങ്ങോ കയറിയിരുന്നാൽ മതി. കയറിയിരുന്നാൽ മതി. അപ്പോ നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മളുടെ അന്തരംഗത്തിൽ യുദ്ധത്തിന്റെ ലാഞ്ചനകളൊന്നും, യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മിൽ തന്നെ മനോമയനായിരിക്കുന്ന, കർമ്മിയായിരിക്കുന്ന, അഭിമാനിയായിരിക്കുന്ന, വേണ്ടതിനെയും വേണ്ടാത്തതിനെയും അനുഭവങ്ങളാൽ അപഗ്രഥിക്കുന്ന ഒരപരനെ നാം സൃഷ്ടിക്കുന്നുണ്ട്. അതറിയാമെന്ന് തോന്നുന്നു. അയാളും നമ്മളുമായിട്ടേ യുദ്ധമുള്ളൂ. പുറത്തുള്ളവരുമായിട്ടൊന്നും സ്വപ്നത്തിൽ യുദ്ധമില്ല. അകത്ത് സ്വപ്നത്തിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പ്രതിഫലനം മാത്രമാണ് പുറത്തെ യുദ്ധം. നമ്മൾ ഒരിക്കൽ പോലും അടിക്കുന്നതോ ഇടിക്കുന്നതോ തെരുവിളിക്കുന്നതോ നമുക്ക് വെളിയിലുള്ള ഒരുത്തനെയല്ല. ദൗർഭാഗ്യം കൊണ്ട് അവൻ കേൾക്കേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. അത് മനസ്സിലായാൽ തന്നെ കാര്യം എളുപ്പമാണ്. ഞാൻ എൻ്റെ സഹോദരനെ, ഞാൻ എൻ്റെ അച്ഛനെ, ഞാൻ എൻ്റെ അമ്മയെ, ഞാൻ എൻ്റെ ഗുരുവിനെ, ഞാൻ എൻ്റെ ശിഷ്യനെ ഒക്കെ തെരുവിളിക്കുമ്പോൾ വിളിക്കുന്നത് എന്നിൽ സ്വപ്നമായി ഉയർന്നു നിൽക്കുന്ന അയാളെയാ തെരുവിളിക്കുന്നത്. ഭാഗ്യദോഷം കൊണ്ട് അയാൾ കേൾക്കേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. ഇത്രയും മനസ്സിലായാൽ നിങ്ങൾക്ക് ഇനിയുള്ള കാര്യം മുഴുവൻ മനസ്സിലാവും.
ഇല്ല. കാരണം എന്താ വെച്ചാൽ അവൻ ആ സമയത്ത് ഇതിന് സമാനമായി അവനിലുള്ള ഒരു സ്വപ്നമായി ഐഡന്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ചിരി വരികയുള്ളൂ. അവൻ എക്സാക്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അവന്റെ ഭാവം കൊണ്ടും ഞാൻ പറയുന്നത് എന്റെ ഭാവം കൊണ്ടുമാണ്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതാണല്ലോ ചില ഓഫീസുകളിൽ ചില ആളുകൾ നല്ല തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റവൻ ആരെയോ പറയുന്നത് പോലെ കേട്ട് നിൽക്കും. ഇവന്റെ ടെൻഷൻ വളരെ കൂടും. അപ്പൊ ഇറങ്ങി പോകുമ്പോൾ മറ്റവൻ ചോദിക്കും, എന്താ ചൂട, അത് വേറെ ആരെയാണെന്നാ തോന്നുന്നത്, എന്നോട് പറയായിരുന്നു. അങ്ങനെയുള്ളവനെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അവൻ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ഇവൻ പറഞ്ഞ യാതൊരു കാര്യവുമില്ല. പിന്നെ ഇതിന് ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ പൂർവകാലങ്ങളിൽ നിന്ന് നിങ്ങൾ ഇയാളോടല്ലാതെ കാണിച്ചിട്ടുള്ള 1000 കുറ്റങ്ങൾ ഒന്നിച്ചു വന്ന് നിങ്ങളെ കുറ്റക്കാരനാക്കിയ ആ ഇൻഫീരിയോറിറ്റിയിൽ നിങ്ങൾ വാലും ചുരുട്ടി ഇവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവൻ വാശിയോടെ വീണ്ടും വീണ്ടും തെറി വിളിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഇവൻ തെറി വിളിക്കുന്നത് നിങ്ങളെയല്ല, ഇവനിൽ തന്നെ ഇതുപോലെ തന്നെ തെറ്റുകാരനായി നിൽക്കുന്ന ഇവന്റെ സങ്കല്പത്തിലെ നിങ്ങളുടെ രൂപത്തോടുകൂടി ഒരുത്തനെ അവൻ തെറി വിളിക്കുന്നത്. അത് നിങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് സ്വീകരിക്കുക. മനസ്സിലായില്ല? ഇതാണ് ഇതിന്റെ മാജിക്. ഇത് വളരെ അത് പിടിയിട്ടില്ല. അതിന് ചില ആളുകളെ ചീത്ത വിളിച്ചാൽ ഒരു രക്ഷയുണ്ടാവില്ല. അവനാദ്യം ഈ വളരെ സൗമ്യമായിട്ടും സൈലന്റ് ആയിട്ടും ഒക്കെ കാരണം ചെയ്തങ്ങ് പൊങ്ങട്ടെ പൊങ്ങട്ടെ എന്ന് ചോദിച്ചാൽ അവനിങ്ങനെ തിരികെ കൊളുത്തി കൊടുക്കും. അതാ മറ്റവൻ അറിയില്ല തിരികെ കൊളുത്തുന്നത്. ഇവന്റെ ഉള്ളിലുള്ള ആ വിഷബീജങ്ങൾ മുഴുവൻ പൊട്ടിവിടാൻ തിരികെ കൊളുത്തും. അവസാനം കയറി കുത്തിന് പിടിച്ചൊന്ന് പൊക്കിത്താത്തി നിർത്തും ഒരു രസത്തിന്. അപ്പോഴാണ് ഇവൻ വിറയ്ക്കുകയും ഭയപ്പെടുകയും ചെയ്തത്. അപ്പൊ ഇവൻ ഒന്നുകൂടെ ഐഡന്റിഫൈ ചെയ്യും. ആദ്യം ഇവനിൽ ഐഡന്റിഫൈ ചെയ്ത് ഇവനെ തെറി വിളിച്ചു. മറ്റവൻ പൊക്കിത്താത്തുമ്പോ മറ്റവൻ പറഞ്ഞതും ഇവൻ ഐഡന്റിഫൈ ചെയ്തു. മറ്റവൻ പിന്നെയും ചിരിച്ചു കളിച്ചു പോകും. അതിത് പഠിച്ചാൽ നല്ലോലെ കൊണ്ടുപോകാം. നല്ല ശ്രദ്ധയോടെ പഠിച്ചാൽ. അത് നിങ്ങൾക്ക് ഭാവനയിൽ ഇപ്പൊ കാണാമെങ്കിൽ ഈ സാധനം നല്ല രസമാണ്. കാരണം നിങ്ങളെ ചേർത്ത് വെച്ചും നിങ്ങൾ ഇടപെടുന്ന മറ്റുള്ളവരെ ചേർത്ത് വെച്ചും ഒരുപോലെ ഭാവനയെ കാണാമെങ്കിൽ എല്ലാ ഐഡന്റിഫിക്കേഷനും ഇത്രയേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഒരാൾ നടന്നു പോകുന്നു, പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ മതി. അത് എന്നെയാണ് പറഞ്ഞതെന്ന് സന്യാസിയായ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോഴേ മറ്റവന് ബോധ്യായി വേർഡ് ഇൻ റൈറ്റ് ട്രാക്ക്, ഇൻ റൈറ്റ് ടൈം എന്ന് അവന് ഒട്ടനെ മനസ്സിലാവും. കാരണം എന്താ, ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ എന്റെ സന്യാസം ഒരു മേലങ്കിയും അകത്തെന്റെ സ്വപ്നങ്ങളിൽ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. ഉടനെ അടുക്കലുള്ളവനെ തോണ്ടി മറ്റവൻ വിളിച്ചാണ്ടില്ല 2 എണ്ണം കൊടുക്കണം. ഇതാണ് ഹിന്ദു സമൂഹത്തിന് പറ്റിയ കുഴപ്പം. ഇപ്പോൾ ഹിന്ദു സമൂഹം വേഷക്കാരാൽ മാത്രം നിറഞ്ഞു. മറിച്ച് ഒറിജിനൽ ആണെങ്കിൽ അവന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. വേണമെങ്കിലൊന്ന് ചിരിക്കും. കാരണം അവനിലെ 2 സന്യാസത്തെ ഓർത്ത്. ഒന്ന് ഒറിജിനലായ സന്യാസം അവനില്, 2 അവന്റെ തന്നെ സങ്കല്പം മോശമായ സന്യാസമായി നിൽക്കുന്നത്. അതിനോട് അവൻ ഐഡന്റിഫൈ ചെയ്തതാണ് നമ്മളെ വിളിച്ചത്. മനസ്സിലായില്ല? അത് ഞാനാണേന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറുമ്പം അവനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ലെന്ന് ആലോചിച്ചു. ഇത് ഞാൻ എന്നെ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ടങ്ങ് ചേർത്താൽ മതി. അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങള് ബാക്കി ക്ലാസ് സംഭവിച്ചില്ലെങ്കിലോ എന്ന് ഓർത്താണ്. ഇത് എന്നെ ആവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിപ്പം തെറി വിളിക്കുമ്പോ ഇതാണ് കുഴപ്പം വരുന്നത്. ഇപ്പൊ ടീച്ചറ് ഓടി അങ്ങോട്ട് ചെല്ലുന്നു, ഇവിടുന്ന് ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നു. ടീച്ചർ ഇങ്ങനെ ഓടി സന്തോഷമായിട്ടൊക്കെ ചെല്ലുമ്പോഴേക്ക് അവിടെ കിടക്കുന്ന കാരണവരെ കിടപ്പിൽ 2 ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാനാണേ അത് എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് ചെല്ലുമ്പോ ടീച്ചറിന് സങ്കടവും ദേഷ്യവും. അപ്പൊ കയ്യിലിരിക്കുന്ന പാത്രം എടുത്തൊരു ഏറും. കഴിഞ്ഞ ദിവസം എറിയുന്ന ഞാൻ കണ്ടു. ശരിയല്ല? മറിച്ചതങ്ങ് ഐഡന്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ മണിയേട്ടനെ നോക്കി ഒരു ചിരി ചിരിച്ചാ മതി. അതാ
അത് ക്ഷമിക്കുകയല്ല ചെയ്യുന്നേ, അത് ഞാനല്ലാന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ക്ഷമിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്റെ പദത്തിനകത്ത് ക്ഷമയുടെ യാതൊരു പണിയില്ല, കാരണം അത് ഞാനല്ല. അത്ര എത്തണം, അത്ര എത്തിയാലേ പ്രയോജനമുള്ളൂ. അപ്പൊ ഇപ്പൊ കറക്റ്റായി. ഇതാണ് അതിന്റെ കളി. ഇവിടെയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ലോകം ഒരു തമാശയായി കാണാൻ പറ്റുന്നത്, അല്ലാത്തവർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇപ്പൊ ശങ്കരൻ പറയുമ്പോ ഈ സ്വപ്നവും ജാഗ്രതും, ആ രണ്ടെണ്ണത്തിലായി കളി മുഴുവൻ കളിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വപ്നത്തിൽ തന്നെ രൂപാന്തരപ്പെട്ടു നിൽപ്പുണ്ട്. അർജുനനിൽ യുദ്ധം ഒരു സ്വപ്നമായി വളർന്നു നിൽപ്പുണ്ട്. ഭീഷ്മരിൽ ഒരു സ്വപ്നമായി വളർന്നു നിൽപ്പുണ്ട്. ദ്രോണരിലും കൃപരിലും അത് സ്വപ്നമായി വികസിച്ചു നിൽപ്പുണ്ട്. ധൃതരാഷ്ട്രനിലും സ്വപ്നമായി വികസിച്ചു നിൽപ്പുണ്ട്. ധൃതരാഷ്ട്രനിൽ സ്വപ്നം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? കാരണം അയക്ക് കയ്യും കാലം കൊണ്ടുപോയി യുദ്ധകളത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല, കാരണം കണ്ണു കാണുകയല്ല. അപ്പൊ അയാളിലെ സ്വപ്നം ഇവരെ എല്ലാം ചേർത്ത് കാഠിന്യം കൂടിയ സ്വപ്നമാണ്. ആ സ്വപ്നം അതിന്റെ പൂർണ്ണതയിൽ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് സ്വപ്നമില്ലാതെ, യുദ്ധത്തിന്റെ സ്വപ്നമില്ലാതെ ഒരുത്തൻ യുദ്ധക്കളത്തിൽ വരുന്നത്. അതാണ് ചരിത്രത്തിന്റെ നിയോഗത്തിൽ ദർശനമായി രൂപാന്തരപ്പെടുന്നത്. അവിടെയാണ് ഈ ദർശനം. ഗീത പഠിക്കാൻ പോകുന്നവൻ ആദ്യം കാണേണ്ടത് സ്വപ്നമുള്ളവനും സ്വപ്നമില്ലാത്തവനും, സ്വപ്നമേ യുദ്ധമായി വികസിക്കാത്ത ഒരു കൃഷ്ണൻ, സ്വപ്നം മുഴുവൻ യുദ്ധമായി പരിണമിച്ച യോദ്ധാക്കൾ. എന്റെ സ്വപ്നം യുദ്ധമായി വികസിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന എന്റെ സ്വാർത്ഥമോഹങ്ങളോട് ചേർന്ന് പ്രവർത്തനക്ഷമമാകുന്ന 1000 ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്നോടൊപ്പം ഉണ്ടാവും. അതതിന്റെ അനിവാര്യതയാണ്. അതിന് പഠിപ്പ് വേണ്ട. പഠിച്ചാലൊട്ടത് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അതിനെന്റെ നഖം മതിയാവും, എന്റെ കാല് മതിയാവും, കറിക്കരിയുന്ന കത്തി മതിയാവും. അവിടുന്ന് വികസിച്ചത് AK-47 ആകാം. അത് പിന്നെ ഗൃംഭകാസ്ത്രമോ ബ്രഹ്മാസ്ത്രമോ ഒക്കെയായി വികസിക്കാം. ആയുധങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല, ഈ സ്വപ്നത്തിനേ ഉള്ളൂ. ഈ സ്വപ്നത്തെ അങ്ങ് വിട്ടിട്ട് ഈ ആയുധങ്ങളെയും അതിന്റെ ഉപഭോഗത്തെയും അത് രൂപാന്തരപ്പെടുത്തുന്ന ശാസ്ത്ര രഹസ്യത്തെയും ഒക്കെ കുറിച്ചാ ജനങ്ങൾ ഇന്ന് ഗീത പഠിക്കാൻ പോകുന്നത്. അവരാ ആയുധങ്ങളിലേക്കെല്ലാം വ്യാപിച്ചു നിൽക്കുന്ന ആ യോദ്ധാവിന്റെ സ്വപ്നലോകം മാത്രം കണക്കിലെടുക്കുന്നില്ല. ഇന്നത്തെ പഠിത്തത്തിന്റെ അപര്യാപ്തത എവിടെയാണ്? വീട്, അവിടുത്തെ വരവ് ചെലവുകൾ, അവിടെ വാങ്ങിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ, അവിടെയുള്ള കുട്ടികൾ, അതിന്റെ പരാധീനതകൾ, പഠിപ്പ്, പൈസ, ഇതെല്ലാം നിങ്ങളുടെ കണക്കിലുണ്ട്. ഇതിനെ മുഴുവൻ നന്നാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സും അതിന്റെ സ്വപ്നങ്ങളും വ്യാപകമായി നിൽക്കുന്നത് നിങ്ങളുടെ ഗണിതയുക്തികളിൽ എങ്ങും വരുന്നില്ല. ഇതാണ് പ്രാചീനനും ആധുനികനും തമ്മിലുള്ള അന്തരം. പഴയ ഒരു കാർന്നോര് പണത്തിന്റെ കണക്കിനേക്കാൾ അയാളും ആ വീടുമായി, അയാളും അയൽവക്കക്കാരുമായുള്ള ബന്ധത്തിനാ പ്രാധാന്യം കൊടുക്കുക. ശരിയാണോന്ന് ആലോചിച്ച് നോക്കുക. അത് അയാൾക്ക് ധാരാളം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ആധുനികൻ ആ ബന്ധങ്ങളെ എല്ലാം വിട്ടുകളയുന്നത് ഈ ഉപകരണങ്ങൾക്കും ധനത്തിനും പ്രാധാന്യം കൊടുത്ത. അതായത് ഹ്യൂമൻ എൻഡവർ എന്ന് പറയുന്ന സ്വപ്നം മാറ്റിവെച്ചുകൊണ്ടുള്ള പഠനങ്ങൾ മാത്രമേ ഭൗതിക യുക്തിയിലുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പഠനങ്ങളിലും അതിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കിയേ.
എല്ലാ പഠനങ്ങളിലും. നിങ്ങളുടെ ഫിസിക്സും നിങ്ങളുടെ ബയോളജിയും നിങ്ങളുടെ കെമിസ്ട്രിയും എല്ലായിടത്തും നോക്കൂ. ഹ്യൂമൻ എൻഡവറിലെ പ്രധാന അംശം നിങ്ങൾക്ക് വാങ്ങുന്ന സാരി, ബ്ലൗസ്, പാൻസ്, ഷർട്ട്, പേസ്റ്റ് ഇവയോടൊക്കെ ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഇടപാടുകളിൽ ആ വസ്തു എന്നതിലേക്ക് സ്വപ്നം പരിണമിക്കുമ്പോൾ വ്യക്തി അന്തർധാനം ചെയ്യുന്നു. ശരിയല്ല. പൂർണ്ണമായും വ്യക്തി അന്തർധാനം ചെയ്യുന്നു. ശരിയല്ല. സ്വാർത്ഥം എന്നൊന്നും പദം ഇപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് അതിന്റെ കോറ് കിട്ടാതെ പോകും. കാരണം സ്വാർത്ഥത വെടിയണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാലൊന്നും ഇത് പഠിക്കുകയില്ല. കാരണം സ്വാർത്ഥതയൊന്നും അറിഞ്ഞുകൊണ്ടുണ്ടാകുന്നതല്ല. ലോകത്തിലെ ഒരു സ്വാർത്ഥനും അവൻ അറിഞ്ഞുകൊണ്ട് സ്വാർത്ഥത വരികയില്ല. ഒരബോധമാണ് ഇവിടെ എല്ലാം കളിക്കുന്നത്. അതുകൊണ്ട് സത്യമേ പറയാവൂ എന്ന് ബോധപൂർവം ഒരാൾക്ക് പഠിക്കാനാവില്ല. കാരണം അവൻ കള്ളം പറയുന്നതും സത്യം പറഞ്ഞതും ബോധപൂർവമല്ല. 30 കൊല്ലം ഒരുത്തനെ ഇരുത്തി സത്യം പറയണമെന്ന് പഠിപ്പിച്ചാലും ആ സമയം വരുമ്പോൾ അവന് സത്യം പറയാൻ തോന്നിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചൊന്നത് എടുക്കാൻ പറ്റുകയില്ല. ഇതൊരു സ്വഭാവമായി തീരണമെങ്കിൽ ആന്തരികമായൊരു സാധന ഇതിന് വേണം. ആ സാധനയാണ് ഈ യാനിശ സർവഭൂതാമിലെ ഭൂതാനാം എന്നുള്ളതിലെ അവസാനത്തെ ഭാഗം. ആ സാധനയാണ് ഇന്ന് ഞാൻ എടുത്ത് പഠിപ്പിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഡിറ്റുമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മ വരരുത്. കാരണം സത്യം പറയണം എന്നൊക്കെ നമുക്ക് മര്യാദ പറയാം. പക്ഷെ പറയുക എന്ന് പറയുന്നത്, ഞാനായാലും നിങ്ങളായാലും ആ സമയത്ത് നാവേൽ ഉദിക്കുക എന്ന് പറയുന്നത് എന്റെയോ നിങ്ങളുടെയോ അനുമതി തേടിയല്ല. 5 കൊല്ലം സത്യം പറയണമെന്ന് നിങ്ങളോട് തന്നെ ഉപദേശിച്ചു തന്ന ഞാൻ സമയം വരുമ്പോൾ കള്ളം പറഞ്ഞു പോകും. പറഞ്ഞു മനസ്സിലായില്ല? കാരണം കള്ളവും സത്യവും എന്റെ നിയന്ത്രണത്തിലല്ല. അതിനുള്ള പരിഹാരം ആദ്യം അന്വേഷിക്കണ്ടേ. മറ്റതൊക്കെ ഇങ്ങനെ കാളമൂത്രം പോലെ നമുക്ക് പറയാം. സത്യമേ പറയാവൂ, ധർമ്മമേ ചെയ്യാവൂ, അഹിംസയാണ് വേണ്ടത് ഒക്കെ പറയാം. സമയത്ത് ഇത് വരണം. അതിന് സ്വപ്നത്തിലുണ്ടാകണം, ജാഗ്രതയിൽ പോരാ. അവിടെ പ്രധാനമായ ബിന്ദു അർജുനൻ യുദ്ധക്കളത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പിന്റെയും വാക്കുകളുടെയും എല്ലാ രംഗങ്ങളിലും യുദ്ധത്തിനുള്ള സജ്ജീകരണമുണ്ട്. ദേവലോകങ്ങളിൽ പോകുമ്പോൾ പോലും ആ മനസ്സിലെ സ്വപ്നങ്ങൾ നിറയെ യുദ്ധമുണ്ട്. അതുകൊണ്ട് അർജുന ജീവിതത്തിന്റെ സാർത്ഥകത വിജയത്തിലായാലും പരാജയത്തിലായാലും മൃത്യുവിലായാലും ജീവിതത്തിലായാലും യുദ്ധമായി സ്വപ്നം വളർന്നു വികസിച്ചു നിൽക്കുകയാണ്. ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ, ധൃതരാഷ്ട്രൻ എല്ലാം പാണ്ഡവരുടെ കൂടെയോ കൗരവരുടെ കൂടെയോ ഇടപെടേണ്ടി വരുന്ന ഒരു വേളയിൽ പോലും ജീവിത സ്വപ്നങ്ങളുടെ മുഹൂർത്തങ്ങളിൽ ഒരിടത്തുപോലും യുദ്ധമുദയം ചെയ്യാത്ത ഒരു സ്വപ്നമുള്ളവനാണ് കൃഷ്ണൻ. ശരിയല്ല? ഇതാണ് ആ വ്യതിയാനം. ഇവിടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥവും. ഒരിക്കൽ പോലും കൃഷ്ണ സ്വപ്നങ്ങളിൽ യുദ്ധമില്ല. ഒരു വീട് കൊണ്ടുപോലും പാണ്ഡവന്മാരെ തൃപ്തിപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ മനസ്സ് യുദ്ധം മനസ്സിലേക്ക് കടന്നു വരാൻ സമ്മതിക്കാത്ത മനസ്സാണ്. ശരിയല്ല? ഈ കൃഷ്ണനെ നിങ്ങൾ അറിയുമോന്നറിയില്ല. ഈ കൃഷ്ണനെ ഭാരതീയർ പഠിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. സ്വപ്നത്തിന്റെ ഒരിടനാഴിയിൽ പോലും തന്റെ കൂടെ വന്നിരിക്കുന്ന ആയുധങ്ങളോട് പോലും സ്വപ്നത്തിൽ പ്രതിബദ്ധത പുലർത്താത്ത, സ്വപ്നത്തെ ആയുധങ്ങളിലേക്ക് ആവാഹിക്കാത്ത,
സ്വപ്നതലങ്ങളിൽ സ്നേഹവും കാരുണ്യവും അഹിംസയും അസ്തേയവും മാത്രം നിലകൊള്ളുന്ന ഒരു കൃഷ്ണസങ്കല്പം. ഇമാജിൻ, അത് ഇമാജിൻ ചെയ്താൽ ഇത് മനസ്സിലാവും. അവിടെ നിറഞ്ഞ യുദ്ധവുമായി യുദ്ധക്കളത്തിലെത്തി ആയുധം താഴെ വയ്ക്കുമ്പോഴും തളരുമ്പോഴും കൈ തളരുമ്പോഴും ആയുധങ്ങൾ വിറച്ച് താഴെ വീഴുമ്പോഴും ആ മനസ്സ് യുദ്ധത്തിന്റെ മുഹൂർത്തങ്ങളിലാണ് അർജുനന്റെ നിന്നത്. മനസ്സിലായില്ല? ഭീഷ്മന്റെ നിന്നത്, കൃപരുടെ നിന്നത്, ധൃതരാഷ്ട്രന്റെയും നിന്നത്. ഗീത കേൾക്കാതെ 10 ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് തങ്ങളുടെ സർവസൈന്യാധിപനായ പിതാവ് പതിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ സ്വപ്നത്തിന് പറ്റിയൊരുടവിൽ ധൃതരാഷ്ട്രന്റെ അന്ധക്കരണത്തിൽ നിന്ന് മഹാഭാരത യുദ്ധം അസ്തമിക്കുന്നൊരു മുഹൂർത്തമുണ്ട്. അതാ നമ്മുടെ ഗീത. ഒന്നുകൂടെ ഓർക്കണം, നമ്മളും അങ്ങനെ ആയിപ്പോവും. നമ്മളെല്ലാം കെട്ടിപ്പൊക്കി വലിയ വലിയ സൗധങ്ങൾ ഉണ്ടാക്കി ഒരു ദിവസം ആ സൗധം ഇടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ അതുവരെ ഉണ്ടാക്കിയ സ്വപ്നങ്ങൾ ഒന്നിച്ചങ്ങ് തകർന്നു പോകും. അപ്പൊ അടുക്ക നിൽക്കുന്നവർ പറയുമ്പോഴും നമ്മൾ പറയും ഇനി നടപ്പില്ല. ശരിയാണ്. ഇനി എങ്ങനെ നടക്കാൻ? ഭീഷ്മരാ വീണ് കിടക്കുന്നത്. ഇനി വിജയം നമുക്കുണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് ഇനി യുദ്ധമില്ല. അപ്പൊ യുദ്ധം ഉണ്ടായിരുന്നത് നടപ്പാകില്ല എന്ന് ഭൂതഭൗതിക സഞ്ചയത്തെക്കുറിച്ചുള്ള പഠിപ്പിൽ നിന്ന് തിരിച്ചറിഞ്ഞ് വ്യതിയാനം വന്ന് നിലകൊള്ളുന്ന ധൃതരാഷ്ട്രം. ഗീത കേട്ട് കഴിഞ്ഞിട്ടും ആ സ്വപ്നത്തിന് അനുഗുണമായി യുദ്ധം ചെയ്യുന്ന അർജുനൻ. യുദ്ധത്തിന്റെ അന്തരാളത്തിൽ ഭീഷ്മപതനം കേട്ട് സ്വപ്നം തകർന്ന് യുദ്ധമില്ലാതായി ഗീത കേൾക്കേണ്ടി വരുന്ന ധൃതരാഷ്ട്രം. ഒരു നാടകത്തിനകത്ത് എത്ര നാടകങ്ങൾ ഒന്നിച്ച് കയറ്റുന്ന വ്യാസൻ ആലോചിക്കണം. നമ്മളാകെ പഠിക്കുന്നത് കൃഷ്ണാർജുന സംവാദം എന്ന് പറഞ്ഞ മനസ്സിലായില്ല. കൃഷ്ണാർജുന സംവാദത്തിന്റെ തലത്തില് യുദ്ധങ്ങൾ സ്വപ്നത്തിൽ കടുകട്ടിയായി നിന്ന് തന്റെ പാരസ്പര്യങ്ങൾ തകർച്ചയിലെത്തി വിശാലമായ ലോകത്തെ നോക്കി ആയുധങ്ങൾ താഴെ വെച്ച് സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത് യുദ്ധവും ആഗ്രഹങ്ങളുമായി സ്പന്ദിച്ചു നിൽക്കുന്ന ഒരു അർജുനൻ കൃഷ്ണനിൽ നിന്ന് കേൾക്കുന്ന ഗീതയും ഈ രാഷ്ട്രം യുദ്ധം ചെയ്ത് തന്റെ പുത്രന്റേത് മാത്രമാക്കി തീർക്കാൻ ഭീഷ്മൻ എന്ന മഹാസത്വനെ സർവ സൈന്യാധിപനാക്കി തന്റെ രാജ്യത്തെയും തന്റെ പരമ്പരയെയും സാർത്ഥകമാക്കാൻ സ്വപ്നം കാണുന്നൊരു ധൃതരാഷ്ട്രന്റെ അന്തരംഗത്തിൽ ഭീഷ്മൻ പതിച്ച് സ്വപ്നങ്ങൾ തകർന്ന് ഗീത കേൾക്കാൻ സഞ്ജയനിൽ നിന്ന് ഒരുങ്ങുന്ന ഇതിവൃത്തവും 2 ഇതിവൃത്തങ്ങളാണ്. നമുക്ക് അർജുനനെയും തെരഞ്ഞെടുക്കാം, ധൃതരാഷ്ട്രനെയും തെരഞ്ഞെടുക്കാം നമ്മുടെ ജീവിതത്തിന്. അർജുനനിൽ നിന്ന് ധൃതരാഷ്ട്രനിലേക്ക് വികസിച്ച് അർജുന ധൃതരാഷ്ട്രന്മാരെ ഒന്നുപോലെ തള്ളിക്കളഞ്ഞ് ജന്മനാ മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക തപസ്സിൽ കൃഷ്ണനായി ഉയരുകയും ചെയ്യാം. ഇത്രയും സാധ്യത ഒരുമിച്ച് വ്യാസൻ തരുന്നുണ്ട്. ഇക്കാലം അത്രയും ഗീത നമ്മൾ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാകാതെ പോയി എങ്കിൽ അത് വ്യാസന്റെ കുറ്റമായിരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ല? നമ്മള് ശ്ലോകം മുതൽ ശ്ലോകം വായിക്കുകയും കാണാൻ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സാധ്യത വളരെ വൈപുല്യമുള്ളൊരു സ്ഥലമാണ്.
ഒരു ജീവിത ദർശനമെന്ന നിലയിൽ എന്നിലും നിങ്ങളിലുമെല്ലാം ഈ കൃഷ്ണാർജുന സംവാദവും ധൃതരാഷ്ട്ര സഞ്ജയ സംവാദവും ധൃതരാഷ്ട്രനും അർജുനനും ഇല്ലാതെ ഏകനായി നിൽക്കുന്ന കൃഷ്ണനിലെ ഗീതയും മൂന്ന് പ്രകൃഷ്ട സാധ്യതകളുടെ തലമാണ്. അതാണ് സ്വപ്ന ജാഗ്രതത്തിനെ പറ്റി പഠിക്കേണ്ടത്. അത് ഏതാണ്ടൊന്ന് ഒരു ദിഗ്ദർശനം കിട്ടിയെങ്കിൽ ഞാൻ തുടരാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ പിന്നെയും തല്ലിപ്പരത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ദിഗ്ദർശനം നിങ്ങൾക്ക് കിട്ടിപ്പോയി എങ്കിൽ പിന്നെ നമുക്ക് രസമാണിത് പഠിക്കാൻ. പഠിച്ചോ എന്നല്ല ചോദ്യം, ഒരു ദിഗ്ദർശനം. കഷ്ടിച്ചതിലേക്കൊന്ന് എത്തി നോക്കാൻ, മതിലിന് മോളിൽ നിന്ന് സാധനം ഒന്ന് കാണാൻ. ഒരു ഭാഗത്ത് സ്വപ്നമുയർന്ന് ദൃഷ്ടദ്യുമ്നനെ നേതാവാക്കി ആയുധങ്ങൾ മുഴുവൻ സജ്ജീകരിച്ച് 7 അക്ഷൗഹിണികളെ ഒരുക്കി രംഗത്തെത്തിയത്. അക്ഷൗഹിണികളെല്ലാം തന്നെ വന്നു ചാടിയതല്ല, സ്വപ്നത്തിൽ ഈ യുദ്ധം രൂപാന്തരപ്പെട്ടതുകൊണ്ട് വന്നതാ. ഇല്ലെങ്കിൽ ഇത് വരികയില്ല. ഇത്രയും സ്വപ്നങ്ങൾ ഇവർ ഒരുക്കി നിൽക്കുമ്പോഴും ധീരനായി എന്റെ അന്തരംഗത്തിൽ യുദ്ധമില്ല എന്ന് പറഞ്ഞ് തേരാളിയായി മടികൂടാതെ വന്നു നിൽക്കുന്ന കൃഷ്ണനും ആ യുദ്ധക്കളത്തിലെ നമ്മുടെ കാഴ്ചയാണ്. വ്യാസനന്റെ നാടകം ഒരുക്കുന്ന രീതി നോക്കുക. ഒന്ന്, പാണ്ഡവന്മാർ 7 അക്ഷൗഹിണികളുമായി മനസ്സും അതിന്റെ ഏകാന്തതയും സ്വപ്നവും മഹായുദ്ധമായി പരിണമിച്ച് ആയുധവർഷത്തിനൊരുങ്ങുമാർ യുദ്ധക്കളത്തിന്റെ മധ്യത്തിലേക്ക് വന്ന് നിലകൊള്ളുന്ന ഒരു രംഗവും. അത്രയും ഒരുക്കങ്ങളുടെ മധ്യത്തിൽ ആയുധങ്ങളൊന്നുമില്ലാതെ തന്റെ സ്വപ്നങ്ങൾ അഹിംസയുടെയും അസ്തേയത്തിന്റെയും അപരിഗ്രഹത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും അതുല്യപ്രഭാവങ്ങളായ ലോകങ്ങളിലാണെന്നും എന്നാൽ അതൊന്നും നിങ്ങളോടൊപ്പം നിലകൊള്ളുവാൻ എനിക്കൊരു ശത്രുതയെ തരുന്നില്ലെന്നും എന്നിൽ നിങ്ങളോട് പോലും ശത്രുതയുള്ള ഭാവാദികളില്ലെന്നും പ്രകടമാക്കിക്കൊണ്ട് ആ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന കപട നാടക സൂത്രധാരിയായ ഒരു കണ്ണനും. ഈ യുദ്ധത്തെയും യുദ്ധത്തിൽ നിന്ന് വ്യതിരിക്തമായ കൃഷ്ണഭാവത്തെയും കൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ച് യുദ്ധത്തിന്റെ നിയാമകത്വത്തെ തന്റെ ചൊൽപ്പടിയിൽ ഒതുക്കി ഭീഷ്മനെന്ന പാണ്ഡവ കൗരവന്മാർക്ക് പിതാമഹനായ സർവസൈന്യാധിപനെ എല്ലാം ഭരമേൽപ്പിച്ച് തന്റെ പുത്രന്റെ അധികാരങ്ങളെ അത്രയും കൃഷ്ണനേക്കാൾ അതീതമായി സംരക്ഷിക്കുവാൻ തേജസ്സുറ്റൊരു ഭീഷ്മനിൽ എല്ലാം സമർപ്പിച്ച് കാത്തിരിക്കുന്ന ആ ബലിഷ്ഠമായ സ്വാപ്നിക യുദ്ധത്തിന്റെ പ്രതിപുരുഷനായ ധൃതരാഷ്ട്രനും ഒരുമിച്ചൊരു വായനക്കാരൻ അവന്റെ വിചാരധാരയുടെ അന്തരാളങ്ങളിൽ നോക്കിക്കണ്ടാൽ ലോകത്തിന്നോളം അവൻ വായിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സാഹിത്യത്തിനും ഒരു കലയ്ക്കും ഒരിക്കൽ പോലും അവന്റെ അന്തരംഗത്തെ ശുദ്ധമാക്കാൻ കഴിയില്ലാത്തതെന്ന് ഉറക്കപ്പറയാവുന്നതും അതേസമയം തന്നെ അവനെ ഒരു നിമിഷാർദ്ധം കൊണ്ട് ശുദ്ധമാക്കാൻ പര്യാപ്തവുമായ ഒരു പ്രാചീന ഇതിഹാസത്തിന്റെ അന്തരംഗ ഭൂവിലേക്ക് അവനെ വലിച്ചെടുപ്പിക്കുന്നത്. ഒന്നിച്ച് നിങ്ങൾ കാണുമെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെ കാണണം. കൊട്ടാരത്തിലെ സിംഹാസനത്തില് യുദ്ധത്തിന്റെ ഓരോ ഗതിയും വിഗതിയും തന്റെ നിയന്ത്രണത്തിലാക്കി ഗൂഢമായി പുഞ്ചിരിച്ച് അല്ലേ? കാരണം ഭീഷ്മനാണ് തന്റെ സർവ്വസൈന്യാധിപനെന്നും തന്റെ പുത്രന്റെ വിജയം സുനിശ്ചിതമാണെന്നും 11 അക്ഷൗഹിണികൾ കൂടെയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാരുടെ പരാജയം സുനിശ്ചിതമാണെന്നും
ലോക നിഷ്കണ്ടകമായ സാമ്രാജ്യാധിപത്യം തന്റെ പുത്രന് ലഭിക്കുമെന്നും അതോടുകൂടി എല്ലാ ദുരിതങ്ങളും തീരുമെന്നും അങ്ങനെ എല്ലാം തന്റെ പുത്രനിൽ അർപ്പിച്ച് സമാധാനപൂർവം ചരമത്തിലേക്ക് പോകാൻ തനിക്ക് കഴിയുമെന്നും വിചാരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന ഒരു ധൃതരാഷ്ട്രനെയും അതിന് ബദലായി സ്വാപ്നിക യുദ്ധങ്ങൾ ഒരുക്കി യുദ്ധക്കളത്തിലെത്തി 7 അക്ഷൗഹിണികളോടുകൂടി അടരാടുന്ന പാണ്ഡവരെയും അതിൽ പ്രമുഖനായ അർജുനനെയും ഇവിടെ ഒന്നും യുദ്ധമില്ല എന്ന് ഉറക്ക വിശ്വസിച്ച് അന്തരംഗത്തെ പരമപവിത്രമാക്കി സ്വപ്നങ്ങളിൽ യാതൊരു കാലുഷ്യവും ഏൽക്കാതെ നിൽക്കുന്ന കൃഷ്ണനെയും ഒരേ കണ്ണുകൾ കൊണ്ട് അന്തരംഗത്തിൽ ഒരുമിച്ച് കണ്ട് ആ അർജുന സംവേദനത്തിൽ നിന്ന് മനസ്സിനെ വികസിപ്പിച്ച് ഭീഷ്മപതനത്തിലൂടെ യുദ്ധമില്ലായ്മയുടെ സ്വപ്നത്തിൽ നിന്ന് യുദ്ധം തുടച്ചു കളഞ്ഞ ധൃതരാഷ്ട്ര സന്ദേശത്തിലേക്ക് വികസിച്ച് ജന്മനാ തന്നെ യുദ്ധമില്ലാത്തൊരു കൃഷ്ണഭാവത്തിലേക്ക് മാനവൻ ഉണരുന്ന തഥ്യേ നിങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുമെങ്കിൽ ഗീത നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രമാണ്.